പാകിസ്ഥാനുമായുള്ള ദീർഘകാല ബന്ധത്തെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ തുർക്കി സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ. മേഖലയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇന്ത്യയുമായുള്ള സാമ്പത്തിക, നയതന്ത്ര ഇടപാടുകളെ ബാധിക്കാത്ത രീതിയിലുള്ള പ്രായോഗിക സമീപനമാണ് തുർക്കി ലക്ഷ്യമിടുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രാദേശിക തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് സാമ്പത്തിക നയതന്ത്ര ബന്ധങ്ങളിൽ പ്രതിസന്ധിയുണ്ടാക്കാതെ മാറി നിൽക്കാനാണ് അങ്കാറ ശ്രമിക്കുന്നതെന്ന് ഉന്നത രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ച് CNN ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂർ സൃഷ്ടിച്ച ഭൗമിക രാഷ്ട്രീയ ചലനങ്ങൾക്ക് പിന്നാലെയാണ് തുർക്കിയുടെ ഈ വലിയ വിദേശനയ വ്യതിയാനം. ഇന്ത്യയുമായി തങ്ങൾക്ക് നേരിട്ട് തർക്കങ്ങളൊന്നുമില്ലെന്നും സാമ്പത്തിക താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള ബന്ധമാണ് ആഗ്രഹിക്കുന്നതെന്നും തുർക്കി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ സൈനികമായി സഹായിച്ചതിന് തിരിച്ചടിയായി തുർക്കിയുടെ മെഡിറ്ററേനിയൻ താൽപര്യങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു. തങ്ങളുമായി സംഘർഷമുള്ള സൈപ്രസുമായി സൈനിക സഹകരണവും പ്രതിഷേധ സഹകരണവും ഇന്ത്യ വർദ്ധിപ്പിക്കുന്നത് തുർക്കിയെ ആശങ്കയിലാഴ്ത്തി. മാത്രമല്ല, സൈപ്രസ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വാങ്ങാൻ തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തുർക്കി നയം മാറ്റുന്നതുമായുള്ള വാർത്തകൾ വരുന്നത്. പ്രകോപനപരമായ അതിർത്തി പരാമർശങ്ങൾ ഒഴിവാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ സാധാരണമായ നയതന്ത്രം കെട്ടിപ്പടുക്കാനും തുർക്കി ആഗ്രഹിക്കുന്നു. നിലവിൽ തുർക്കി നേരിടുന്ന ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധികളാണ് ഈ നയതന്ത്ര മാറ്റത്തിന് പിന്നാലെയെന്ന് വിലയിരുത്തൽ. ബന്ധം മോശമാകുന്നതോടെ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക ഉപരോധങ്ങളോ വ്യാപാര നിയന്ത്രണങ്ങളോ ഒഴിവാക്കുക എന്നതാണ് അങ്കാറയുടെ പ്രധാന ലക്ഷ്യം.